കോട്ടയം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഈ വർഷത്തെ മുൻനിര പ്രദർശന തോട്ടങ്ങളിൽ ഏറ്റവും വിജയകരമായി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു പ്രദർശന തോട്ടമാണ് നമ്മുടെ വാട്ടർമെലൻ്റെ, അതായത് തണ്ണിമത്തൻ്റെ ഒരു മുൻനിര പ്രദർശന തോട്ടം നമ്മൾ ചെയ്തിരുന്നത്. നമുക്കറിയാം, ഓരോ ഭൂപ്രദേശം അനുസരിച്ച് ഇതിൻ്റെ കൃഷിയും അതേപോലെ തന്നെ ഇതിൻ്റെ വിളവെടുപ്പുമൊക്കെ തന്നെ വ്യത്യസ്തമാണ്. ഞങ്ങൾ സെലക്ട് ചെയ്തിരുന്നത് പുരുഷന്മാരുടെ ഒരു സംഘമാണ്. നമ്മൾ ഈ വർഷത്തെ പ്രദർശനത്തിൽ IIHRൻ്റെ, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ബാംഗ്ലൂരിൻ്റെ ഒരു നൂതന ഇനമായ അർക്ക ശ്യാമ എന്ന തണ്ണിമത്തനാണ് നമ്മൾ കർഷകരുടെ ഇടയിൽ പരിചയപ്പെടുത്തിയത്. ഇങ്ങനെയുള്ള ഈ ഒരു തണ്ണിമത്തൻ, നമുക്കറിയാം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ വിവിധ ഇനം തണ്ണിമത്തനുകൾ സുലഭമാണ്. എന്നാൽ ഈ ഒരു IIHRൻ്റെ അർക്ക ശ്യാമ പോലെയുള്ള തണ്ണിമത്തന് ഒരു മീഡിയം സൈസ് ഫ്രൂട്ടാണ്. അതായത് 3 മുതൽ 4 കിലോ ഒക്കെ പോലെ വെയിറ്റ് വരുന്ന ഒരു ഫ്രൂട്ടാണ്. നമുക്കറിയാം ഇന്നത്തെ ഒരു ന്യൂക്ലിയർ ഫാമിലി കൺസെപ്റ്റിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ സൈസ്, അതായത് മീഡിയം സൈസ് ഫ്രൂട്ട് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് വളരെ നല്ലൊരു അക്സെപ്റ്റൻസ് ആണ് കർഷകരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. വിളവെടുത്ത് അതിന് പ്രത്യേകിച്ച് നമുക്കറിയാം മാർക്കറ്റിൽ നിന്ന് വരുന്നത് വളരെ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിലെത്തുമ്പോൾ എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഫ്രഷായിട്ട് അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്ര നന്നായിരുന്നു, എത്ര ഫ്രൂട്ടിന് എത്ര അക്സെപ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ നിന്നുള്ള കർഷകരുടെ ഒരു അഭിപ്രായത്തിൽ തന്നെ ഇതിന് ഡിമാൻഡ് കൂടി, അവർ ചെറിയൊരു ഏരിയയിൽ ചെയ്ത് കാണിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ഡിമാൻഡ് കൂടി കൂടുതൽ കർഷകരിപ്പോൾ ഈ ഒരു തണ്ണിമത്തൻ ചോദിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ടെക്നോളജി കർഷകർ ഏറെ സ്വീകരിച്ചിട്ടുണ്ട്. അടുത്ത സമ്മറിലും തീർച്ചയായിട്ടും ഈ ഒരു ഡെമോൺസ്ട്രേഷൻ കർഷകർ കൂടുതലായിട്ട് നമുക്ക് കോട്ടയം ജില്ലയിൽ കൂടുതൽ ഏരിയയിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ തണ്ണിമത്തൻ തോട്ടത്തിൻ്റെ പ്രത്യേകത, ഇത് നമ്മൾ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നൊരു പുതിയ സാങ്കേതിക വിദ്യയുടെ ഒരു പരീക്ഷണ ഇടം എന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൃഷി വിജ്ഞാന കേന്ദ്രം ഇതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കർഷകർക്ക് നൽകുകയുണ്ടായി. പ്രധാനമായിട്ടും ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്തു. കൂടാതെ കളകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൾച്ചിങ് മെറ്റീരിയലും കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് നൽകുകയാണ് ഉണ്ടായത്. ഇതിന് വേണ്ടുന്ന അർക്ക ശ്യാമ എന്നൊരു മുന്തിയ ഇനം തണ്ണിമത്തൻ വിത്തുകൾ നമ്മളിവർക്ക് കൊടുത്തു. ഇവർ വളരെ സന്തോഷത്തോടു കൂടി ഇതിന് തയ്യാറായി വന്ന് ജോസ് കെ രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു 4 അംഗ കർഷക കൂട്ടായ്മയാണ് അതിനായിട്ട് മുന്നോട്ട് വന്നത്. അവർ വളരെ ഭംഗിയായിട്ട് അത് ചെയ്തതിൻ്റെ ഫലമാണ് നമുക്കിവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കുട്ടകൾ നിറയെ തണ്ണിമത്തങ്ങ ഇവർ ഹാർവെസ്റ്റ് ചെയ്ത് ആൾക്കാർ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്ന് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അവർക്ക് മാർക്കറ്റിംഗ് ഇപ്പോൾ നിലവിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അവരെല്ലാവരും വളരെ സന്തോഷമായിട്ട് നല്ല പോക്കറ്റ് നിറച്ച് പൈസയൊക്കെ കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അവരുടെ മുഖത്തെ ചിരി കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ഞങ്ങളിത് മറ്റ് ഒരു കാര്യം ഇതിനോട് അനുബന്ധിച്ച് പറയാനുള്ളത്, ഇതൊരു സാങ്കേതികവിദ്യ, പുതുമയുള്ള സാങ്കേതികവിദ്യകളുടെ പ്രദർശനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വെറൈറ്റി അർക്ക ശ്യാമ എന്നുള്ള വെറൈറ്റി അത് കർഷകരിലേക്ക് കൂടുതൽ എത്തിക്കുക. മറ്റു വെറൈറ്റികളെ അപേക്ഷിച്ച് ഇതിൻ്റെ സൈസ് ഒരു മീഡിയം സൈസ്, ഒരു 3 മുതൽ 4 കിലോ വരെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഫാമിലിക്ക് ഐസ് ബോക്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഓഫ് വെറൈറ്റികളുണ്ട് തണ്ണിമത്തലിൽ. അതിൽ വരുന്നതാണ്. സൈസ് ചെറുത്, നമുക്ക് ചെറിയ സാധാരണ കിച്ചണിലുള്ള ഫ്രീസറിലൊക്കെ വെക്കാൻ പറ്റും, ഫ്രീസറല്ല റെഫ്രിജറേറ്ററിൽ വെക്കാൻ പറ്റും. അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വെറൈറ്റിയാണിത്. അപ്പോൾ ഈ വെറൈറ്റി കർഷകരുടെ ഇടയിൽ അർക്ക ശ്യാമ അത്ര പോപ്പുലർ അല്ല. ഇവിടെ നിന്ന് അത് മറ്റ് കർഷകരിലേക്ക് ഈ ഒരു സാങ്കേതികവിദ്യയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ എത്തും. മറ്റൊരു പ്രധാന കാര്യം ഇതിൻ്റെ സീസണാണ്. ഇത് എപ്പോഴെങ്കിലുമൊക്കെ കൃഷി ചെയ്താൽ ശരിയാവില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു സമയക്രമം കർഷകർ പാലിക്കേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ ജനുവരിയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഇവിടെ ചൂടുകാലം വരിക. ആ സമയത്ത് ഇത് മാർക്കറ്റിൽ വിളവെടുത്തെത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് സാധാരണ ഇതിൻ്റെ കൃഷി തുടങ്ങുന്നത് ഒക്ടോബർ മാസം ആരംഭത്തോടു കൂടി തുടങ്ങണം. ആ സമയത്ത് നമ്മൾ വിത്ത് വിതരണം ചെയ്യും. ഈ ഒരു പ്രത്യേകം ഇനം ചോദിച്ച് തന്നെ നിങ്ങൾ ഇതിൻ്റെ വിത്തുകൾ വാങ്ങേണ്ടതുണ്ട്. അങ്ങനെ ലഭിക്കുന്ന വിത്തുകൾ നമ്മൾ ട്രേകളിൽ മുളപ്പിച്ചതിന് ശേഷം പറിച്ച് നടുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. കാരണം നേരിട്ട് നട്ട് കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള മഴയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് മണ്ണടിയിൽ പോകാനും കൂടുതൽ താഴ്ന്നു പോകാനും മുളയുടെ ശതമാനം കുറയാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ട്രേകളിൽ കുറച്ച് വില ഉള്ള വിത്തുകളാണ്. അതുകൊണ്ട് അത് നമ്മൾ ട്രേകളിൽ മുളപ്പിച്ചതിന് ശേഷമാണ് നടേണ്ടത്. ഒക്ടോബർ ആദ്യ വാരത്തിലൊക്കെ നമ്മൾ നടുകയാണെങ്കിൽ കൃത്യം 70 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ആദ്യത്തെ വിളവെടുപ്പിന് നമുക്ക് സാധിക്കും.
അപ്പോൾ അതിനുശേഷം പല സ്റ്റെപ്പുകളായിട്ട് ഒരു 3 ദിവസത്തെ ഗ്യാപ്പിൽ നമുക്കതിൻ്റെ മൂപ്പെത്തുന്ന കായ്കൾ മാർക്കറ്റിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ വിളവ് മച്യൂരിറ്റി ഇൻഡെക്സ് എന്ന് പറയും. നമ്മളതിൽ കൂട്ടി നോക്കി കഴിയുമ്പോൾ ഒരു മെറ്റാലിക് സൗണ്ട് നമ്മൾ ചെവിയോട് ചേർത്തൊക്കെ വെച്ച് ഒരു വിരലുകൊണ്ട് കൊട്ടിയാൽ വളരെ നല്ലൊരു മെറ്റാലിക് സൗണ്ട് കേൾക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. ഞാൻ കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ടാണ് പൂർണ്ണമായ കൃഷിക്കാരൻ എന്ന രീതിയിലോട്ട് മാറിയിരുന്നത്. നേരത്തെ ചെറിയ കൃഷികളൊക്കെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലും പുരയിടത്തിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് എൻ്റെ 2-3 സുഹൃത്തുക്കൾ എന്നോട് ഇങ്ങനെ ചോദിക്കും, നമുക്കൊരു കൂട്ടുകൃഷി സംവിധാനത്തിലൂടെ നമുക്കൊരു കൃഷി മുന്നോട്ട് കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചത്. അങ്ങനെയാണ് എൻ്റെ 2 സുഹൃത്തുക്കളും കൂടി ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്ത് വ്യാപകമായിട്ട് ആദ്യമായിട്ട് മഞ്ചേരിക്കുള്ളൻ എന്നൊരു വാഴ ഞങ്ങൾ ആദ്യമായിട്ട് കൃഷി ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെ വളത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് KVKയിൽ നമുക്ക് അയർ എന്ന വളത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ KVK ചെന്നു. അവിടുന്ന് ഈ അയർ മേടിച്ചതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെയുള്ള ന്യൂട്രീഷ്യൻസ് കൂടുതലുള്ള വളങ്ങളാണത്. അത് ഞങ്ങളിങ്ങനെ വാഴക്കിട്ടു നല്ലൊരു ഗുണം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമൊക്കെ സംസാരിച്ച് വന്നപ്പോഴാണ് നല്ല പുതിയ പുതിയ വിത്തനങ്ങളൊക്കെ KVK കൊണ്ടുവന്ന് കർഷകർക്ക് ഡെമോൺസ്ട്രേഷൻ ഫ്ലോട്ടുകൾ കൊടുക്കുന്നത് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ഈ വർഷം ഒരു തണ്ണിമത്തൻ കൃഷിക്ക് ഡെമോൺസ്ട്രേഷൻ ഫ്ലോട്ട് അവർ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യാവോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള നമുക്കറിയാം വേനൽക്കാലത്ത് കൂടുതൽ ചൂട് വന്നു കഴിയുമ്പോൾ നമുക്കിതൊക്കെ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം പറഞ്ഞു ഞങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മൾച്ചിങ് ചെയ്യാനുള്ള ഷീറ്റ്, ഡ്രിപ്പ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള അതിൻ്റെ സംവിധാനങ്ങൾ, അതുപോലെ വളം, വിത്തുകൾ എന്നിവ സൗജന്യമായിട്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ തണ്ണിമത്തൻ കൃഷിയിലോട്ട് ഞങ്ങൾ തുടക്കം ഇടുന്നത്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ വിളവെടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ആദ്യമേ ഇങ്ങനെ പറയും ഞങ്ങൾക്ക് ഇങ്ങനെ തണ്ണിമത്തൻ വിൽപ്പനയ്ക്ക് ഇന്ന ദിവസം തൊട്ട് തുടങ്ങുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള നമുക്ക് എൻക്വയറി തരും. ഞങ്ങൾക്കൊരു 20 കിലോ അല്ലെങ്കിൽ 25 കിലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എൻക്വയറി വരും. ഇന്നിപ്പം ഞങ്ങൾ രാവിലെ ഇന്നിൻ്റെ വിളവെടുപ്പായിരുന്നു. അത് ഏതാണ്ട് 400 കിലോയോളം ഇന്നിപ്പം രാവിലെ തന്നെ നമുക്ക് വിളവെടുത്തത്. അത് നല്ല രീതിയിൽ തന്നെ ആൾക്കാർ വന്നു. എല്ലാം ഇവിടെ തന്നെ നമുക്ക് ഫ്ലോട്ടിൽ തന്നെ നമുക്ക് വിറ്റഴിക്കാനുള്ള സംവിധാനം നമുക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് വളരെ വിജയകരമായിട്ട് നമുക്ക് ഈ കൃഷി ഇപ്പം നമുക്ക് പൂർണ്ണമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്.